നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വന്യജീവി ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ റവന്യൂ മന്ത്രി കെ രാജന് വനം വകുപ്പിന്റെ ചുമതല താൽക്കാലികമായി കൈമാറിയെന്ന സൂചന. നിലവിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ ആശുപത്രിയിൽ ചികിത്സയിലായതിനാലാണ് കാരണമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. ഇന്നലെ കാട്ടാനയുടെ ആക്രമണത്തിൽ ഇടുക്കി അടിമാലി കാഞ്ഞിരവേലി ഇന്ദിര കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് മൃതദേഹവുമായി കോതമംഗലത്ത് അരങ്ങേറിയ പ്രതിഷേധം പോലീസ് അടിച്ചമർത്തിയത് വൻ ആക്ഷേപങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇന്ദിരയുടെ മൃതദേഹം ഉൾപ്പെടുന്ന മൊബൈൽ ഫ്രീസർ റോഡിലൂടെ വലിച്ചുകൊണ്ടുപോയതാണ് പോലീസ് ആംബുലൻസിൽ കയറ്റിയത്. കോഴിക്കോട് കക്കയത്ത കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഇന്നൊരു കർഷകനും കൊല്ലപ്പെട്ടിരുന്നു. പാലക്കാട് എബ്രാഹാമിനെയാണ് കാട്ടുപോത്ത് കുത്തിക്കൊന്നത്. അതിരപ്പള്ളിയിൽ വാച്ചുമരം ആദിവാസി ഊരിലെ മൂപ്പൻ രാജന്റെ ഭാര്യ വത്സലെ 68 വയസ്സുകാരെ വത്സലെ വൈകുന്നേരം കാട്ടാന ചവിട്ടിക്കൊല്ലുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം കളക്ടർ വന്നാൽ മാത്രമേ മെഡിക്കൽ കോളേജിൽ കളക്ടർ എത്തിയാൽ മാത്രമേ ഈ ഒരു മൃതശരീരം വിട്ടു നൽകുകയുള്ളൂ എന്നടക്കമുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. അപ്പോഴാണ് ഈ വനം വകുപ്പ് മന്ത്രിക്ക് എന്താണ് സംഭവിച്ചെന്ന ചോദ്യം ഉയരുമ്പോഴാണ് തൽക്കാലത്തേക്ക് ഈ വനം വകുപ്പ് പദവി എ കെ രാജന് നൽകുന്നു എന്ന നിലവിലെ റിപ്പോർട്ട് വരുന്നത്. എ കെ ശശീന്ദ്രൻ ആശുപത്രിയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നാണ് വിവരം. പ്രതിപക്ഷമടക്കം ഈ വനം മന്ത്രിയുടെ രാജി ആവശ്യം ഉന്നയിക്കുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചിരിക്കുന്ന വാർത്ത പുറത്തുവരുന്നത്. എന്തായാലും നാളെ കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് UDF അടക്കമുള്ള സംഘടനകൾ. കളക്ടർ മെഡിക്കൽ കോളേജിൽ ഉടൻ എത്തണം. കർഷകനെ ആക്രമിച്ച കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ജില്ലാ കളക്ടർ ഉത്തരവിടണം. മതിയായ നഷ്ടപരിഹാരം നൽകണം എന്നീ ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം. തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാൻ അനുവദിക്കില്ലെന്ന് നേതാക്കൾ വ്യക്തമാക്കി. 2 ദിവസമായി കക്കയം മേഖലയിൽ ജനങ്ങളുടെ ജീവന ഭീഷണിയായി കാട്ടുപോത്ത് ഇറങ്ങിയിട്ടും വനംവകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ല എന്നാണ് ആരോപണം. കർഷകൻ കൊല്ലപ്പെട്ടിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തടഞ്ഞതോടെ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി. സ്ഥലത്ത് ACP എത്തി പ്രതിഷേധക്കാരുമായി സംസാരിച്ചു. തുടർന്ന് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയായിരുന്നു. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാവുക. ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ ശക്തമായ പ്രതിഷേധം തുടരാനാണ് നാട്ടുകാരുടെ തീരുമാനം.